സുഖല്ലേ? ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്തുപോയിട്ട് കണ്ട സിനിമയാണ് ബാലൻ ദ ബോയ്. അതായത് സ്ട്രോങ് ക്രൂ, സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്, ഷൈജു കാലത്ത് സിനിമാറ്റോഗ്രഫി, പിന്നെ നമ്മൾ ആവേശത്തിൻ്റെയും രോമാഞ്ചത്തിൻ്റെ ഒക്കെ ഡയറക്ടർ ആൻഡ് റൈറ്റർ ആയിട്ടുള്ള ജിത്തു മാധവൻ്റെ കഥ, അതേപോലെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം മലയാള സിനിമേൻ്റെ സീന് മാറ്റിയ മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ഈ പ്ലോട്ട് അല്ല, ഈ ക്രൂ എന്തിനാണുള്ള എൻ്റെ സംശയം സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആ സംശയം മാറി കിട്ടി. അടിപൊളി പടം, അടിപൊളി സിനിമ. ഭയങ്കര ഡാർക്കോ ഭയങ്കര ട്വിസ്റ്റും പരിപാടിയൊന്നും ഇല്ലെങ്കിലും, ട്വിസ്റ്റ് ഇല്ല എന്നല്ല, ഭയങ്കര ട്വിസ്റ്റും പരിപാടിയൊന്നും ഇല്ലെങ്കിലും നല്ല സിനിമയായിരുന്നു. ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിനിമ. ഇതിൻ്റെ പെർഫോമൻസസ് ആണ് എടുത്തു പറയേണ്ടത്. അമ്മേൻ്റെ കഥാപാത്രം ചെയ്ത ഫർസാന പാലത്തിങ്കൽ എന്താ അഭിനയമായിരുന്നു. ഫസ്റ്റ് സിനിമയായിരുന്നു, നല്ല അഭിനയം. അതേപോലെ ബാലൻ, ആദിശേഷൻ കെ, അതേപോലെ സിനാൻ, ഇവർ രണ്ടുപേരാണ് ബാലൻ ഈ സിനിമയിലെ. നല്ല രണ്ടുപേരും നല്ല ആക്ടിങ് ആയിരുന്നു. ഇതിൽ ആദിശേഷൻ്റെ ആക്ടിങ് ആണ് കുറച്ചുകൂടി എടുത്തു പറയേണ്ടത്. സിനാന് കുറച്ച് സ്മോൾ സ്ക്രീൻ സ്പേസ് ആണ്, പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ജീൻ പോൾ ജീൻ, നമ്മളെ ലാലേട്ടൻ്റെ ആ ലാലേട്ടനല്ല, മറ്റേ ലാൽ, നമ്മളെ കമലദളം, ആ ലാലേട്ടൻ അല്ല, ആ ലാൽ. അപ്പം മൂപ്പര ആക്ടിങ്, കമലദളം എന്ന് വെച്ചാൽ അതല്ല, കമലദളം പവിഴ മഴക്ക വെളുന്നയിൽ, അത് നല്ല 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 ആക്ടിങ് ആയിരുന്നു. ജീൻ പോൾ ജീൻ, ഞാൻ പുള്ളീൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ആക്ടിങ് പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ല ആക്ടിങ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിലെ ക്യാമിയോ ടൊവിനോ, അധികം ഒന്നും പറയുന്നില്ല, ഇതുവരെ കണ്ട ടൊവിനോ അല്ല. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ചെറിയ ചെറിയ സ്ക്രീൻ സ്പേസ് ഉള്ളൂ, പക്ഷേ വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ ഈ സിനിമേൻ്റെ എൻഡിങ്ങും യുണീക്കായിരുന്നു, ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ സിനിമ പോയി കാണാം. പിന്നെ ഞങ്ങളെ ഒരു ഓൺലൈൻ റിവ്യൂവർമാരുടെ അഭിപ്രായം നോക്കി നിൽക്കാതെ എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾ പോയി സിനിമ കാണാം, നിങ്ങളെ അഭിപ്രായം പറയാം കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അടുത്ത വീഡിയോ വരെ. സോറി, ഇതിലൊരു മുത്തശ്ശിയും കൂടി ഉണ്ട്. പുള്ളിക്കാരിൻ്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. അതായത് പുള്ളിക്കാരി വരുന്നവരെ ഒരു സ്ലോ പേസ് അങ്ങനെ പോയ സിനിമ. പിന്നെ കുറച്ച് കോമഡിയും ഒരു ഓളൊക്കെ വന്നു. സിനിമ മൊത്തം മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ പേസ് തന്നെയാണ് കേട്ടോ. സ്ലോ പേസ് ആണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ബാലൻ ദ ബോയ് നൗ ഇൻ തിയേറ്റേഴ്സ്.